അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് ദീനിന്റെ വിധിവിലക്കുകൾ പറയാനോ അല്ലെങ്കിൽ മസലകൾ പറയാനോ വന്നതല്ല. നിങ്ങളൊക്കെ തമ്പനയിൽ കണ്ടിട്ടുണ്ടാകും, എൻ്റെ മകള് വരച്ച ഒരു ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഇതിനു മുമ്പും മകള് വരച്ച ചിത്രങ്ങളും അതുപോലെ തന്നെ ഉണ്ടാക്കിയ ക്രാഫ്റ്റുകളും ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നും എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു, ഈ ചിത്രം എത്ര വരക്കാൻ അറിയാത്ത ആളുകൾക്കും വളരെ സിമ്പിളായി വരക്കാൻ പറ്റുന്ന ചിത്രമാണ് എന്നാണ്. അത് കാണുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടതുമാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മക്കള് സ്കൂളിൻ്റെ ഒക്കെ പരീക്ഷ കഴിഞ്ഞിട്ട് വീട്ടിൽ കളിച്ചു നടക്കുന്ന സമയമാണ്. ഈ സമയത്ത് അവർക്കുണ്ടാകുന്ന കഴിവുകളെ നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. പല കുട്ടികൾക്കും പല തരത്തിലുള്ള കഴിവുകളായിരിക്കും. ചിത്രം വരക്കാൻ കഴിവുള്ള കുട്ടികൾ ഉണ്ടാകും, ബോട്ടിൽ ആർട്ടുകൾ ഉണ്ടാക്കുന്ന, കാലിഗ്രാഫി ചെയ്യുന്ന, അതുപോലെ തന്നെ ക്രാഫ്റ്റുകൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ പാട്ട് പാടുന്ന, കവിത എഴുതുന്ന, ഇങ്ങനെ പല തരത്തിൽ കഴിവുകളുള്ള കുട്ടികൾ ഉണ്ടാകും. അവരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞുകൊണ്ട് സമയം വൈകിക്കുകയല്ല. മോള് എനിക്ക് അയച്ചു തന്ന ആ വീഡിയോ ഞാൻ ഇവിടെ കാണിക്കുകയാണ്. മോളുടെ കാര്യം പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങളൊക്കെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് തോന്നുന്ന കമന്റ് അതിന് നിങ്ങൾ കമന്റ് ചെയ്യും വേണം. അതിന്റെ മറുപടി തരുന്നത് മകള് തന്നെ ആയിരിക്കുമെന്ന്. ഇത് പറയുമ്പോൾ മുമ്പൊരു വീഡിയോക്ക് പറഞ്ഞപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചത്, അല്ല തങ്ങളെ, നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തു നിങ്ങൾ നിയന്ത്രിക്കുന്നു, പിന്നെ എങ്ങനെയാണ് നാട്ടിലുള്ള മകൾ ഇതിന് കമന്റിന് റിപ്ലൈ തരുന്നത് എന്ന്. എന്നാൽ ഞങ്ങളുടെ 2 മൊബൈലിലും ഈ യൂട്യൂബ് ആക്സസ് ആണ്. യൂട്യൂബിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. അത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്കും ലൈക്കും കമന്റും തരാൻ മറക്കരുത്. നമുക്ക് ഏതായാലും ആ വീഡിയോ കാണാം. ഇതൊക്കെ ചിത്രം വരക്കാൻ വേണ്ടി കാസർഗോഡ് ടൗണിൽ പോയി വാങ്ങി വന്നതാ. ഏതായാലും കുറച്ച് സ്പീഡാക്കിയിട്ട് കാണിച്ചു തരാം, അല്ലെങ്കിൽ കുറെ ടൈം എടുക്കും. ഇതുപോലെ വരക്കുന്ന കാണുമ്പോൾ ഞാൻ ആദ്യം കരുതിയത് എന്നെ എന്തോ തമാശയാക്കാൻ വേണ്ടി ഇതുപോലെ ചിലപ്പോൾ 4 കോളങ്ങളൊക്കെ വരച്ചിട്ട് എനിക്ക് അയച്ചു തന്നതായിരിക്കും എന്നാ. കാരണം നേരത്തെ പറഞ്ഞല്ലോ, എത്ര വരക്കാൻ അറിയാത്ത ആളുകൾക്കും വളരെ എളുപ്പത്തിൽ വരക്കാൻ പറ്റുമെന്ന്. അപ്പോ ഇത് ഇത്രയേ ഉള്ളൂ എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നെയാണ് എൻ്റെ കിളി പോയത്. മാഷാ അല്ലാഹ്, പൂവിന്റെ ഇതളുകളാണ് വരക്കുന്നത്. ബുക്കിന്റെ സൈഡുകളൊക്കെ ചെറുതായിട്ട് കട്ടായി പോകുന്നുണ്ട്. മൊബൈല് എവിടെയോ വെച്ചിട്ട് വരക്കാണ്. ആരെക്കൊണ്ടും വീഡിയോ എടുപ്പിച്ചതല്ല, സ്വന്തമായിട്ട് എടുത്തതാ. ഞാൻ വിചാരിച്ച അത്രേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷെ അതിന്റെ സൈഡുകളൊക്കെ നല്ല കറുപ്പ് കളർ കൊടുത്തിട്ട് ഭംഗിയാക്കുന്നുണ്ട്. ഇപ്പൊ ആ പൂവിന്റെ ഇതളുകളൊക്കെ നല്ല വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടല്ലേ. കറക്റ്റ് ആ പൂ പോലെ തന്നെ ഉണ്ടല്ലേ. മാഷാ അല്ലാ, മാഷാ അല്ലാ. അപ്പോൾ ഇതാണ് എൻ്റെ മകള് വരച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ.
എല്ലാ പരീക്ഷണങ്ങളിലും അള്ളാഹു താല വിജയിപ്പിക്കട്ടെ. എവിടെയും ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ ഒരു വിഷമമോ അള്ളാഹു താല നൽകാതിരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.